ജനപ്രിയ സിനിമകളിലൂടെ മലയാളികളുടെ മനം കവർന്ന സംവിധായകൻ ഷാഫിയുടെ മരണത്തിൽ അനുശോചിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നഷ്ടമായത് അനേകം ജനപ്രിയ സിനിമകളുടെ സംവിധായകനെയാണെന്നും പ്രയത്നശാലിയായ ചലച്ചിത്രകാരനായിരുന്നു ഷാഫിയെന്നും മുഖ്യമന്ത്രി അനുശോചനക്കുറിപ്പിൽ പറഞ്ഞു. ദിലീപിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ഷാഫി പോയി. ഞാൻ നായകനായി അഭിനയിച്ച 3 ചിത്രങ്ങളുടെ 3 സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ. എന്നാൽ അതിനപ്പുറമാണ് ഞങ്ങൾക്കിടയിലെ ബന്ധം. റാഫിയുടെ സഹോദരൻ എന്ന നിലയിലും റാഫി മെക്കാട്ടിന്റെ സഹസംവിധായകൻ എന്ന നിലയിലും അതിനെല്ലാം ഉപരി ഒരു സഹോദരന്റെ സ്ഥാനത്തായിരുന്നു ഷാഫിയുടെ സ്ഥാനം. കൂടുതൽ എഴുതുവാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഇരുവരും സഹകരിക്കുന്ന പുതിയ ചിത്രത്തിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ വേർപാട്. പ്രിയ സഹപ്രവർത്തകന്റെ, സുഹൃത്തിന്റെ, സഹോദരന്റെ വേർപാടിൽ കണ്ണീർ പൂക്കൾ, ദിലീപ് കുറിച്ചു. സുരാജ് വെഞ്ഞാറമൂടിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയായിരുന്നു: എൻ്റെ ജീവിതത്തിലെ വ്യക്തിപരമായ നഷ്ടം കൂടിയാണ് ഷാഫി സാറിൻ്റെ ഈ വേഗത്തിലുള്ള യാത്ര പറച്ചിൽ. എന്തിനും ഏതിനും ഒരു കോളിനപ്പുറം എനിക്കുണ്ടാകുമെന്ന് വിശ്വസിച്ച ഒരു ജ്യേഷ്ഠ സഹോദരനാണ് അദ്ദേഹം. അത്രയും കണക്റ്റഡായ ഒരു മനുഷ്യനായിരുന്നു എനിക്ക് അദ്ദേഹം. എന്നെന്നും മലയാളികൾ എന്നെ ഓർമ്മിക്കുന്ന ദശമൂലം ദാമുവിനെ എനിക്ക് സമ്മാനിച്ച മനുഷ്യൻ. ഇനിയും ഉൾക്കൊള്ളാൻ ആകുന്നില്ല ഈ വേർപാട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഈ വേദന താങ്ങാനുള്ള ശക്തി ഈശ്വരൻ നൽകട്ടെ. അതേസമയം അന്തരിച്ച സംവിധായകൻ ഷാഫിയെ അനുസ്മരിച്ച നടി മമതയും രംഗത്തെത്തി. ഷാഫിക്കയുടെ വിയോഗം അറിഞ്ഞപ്പോൾ ഹൃദയം തകർന്നു പോയെന്നായിരുന്നു മമത ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്. ഷാഫി സംവിധാനം ചെയ്ത 2 കൺട്രീസിൽ മമതയായിരുന്നു നായിക. 95 ദിവസം നീണ്ട അന്നത്തെ ഷൂട്ടിങ്ങും മണിക്കൂറുകൾ നീണ്ട സംഭാഷണങ്ങളുമെല്ലാം ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നടി ഓർമ്മിച്ചു. 2 കൺട്രീസിന് ശേഷം ആരാധകർ 3 കൺട്രീസ് എപ്പോഴാണെന്ന് ചോദിക്കുന്നതായി അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അദ്ദേഹത്തിനൊപ്പം ഒരുപാട് ഓർമ്മകളുണ്ട്. എല്ലാത്തിലും നർമ്മം കണ്ടെത്താനുള്ള അതുല്യമായ പാഠവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഹൃദയം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പമാണ്. ഈ നഷ്ടത്തിൻ്റെ വേദന പങ്കുവയ്ക്കാൻ എനിക്ക് വാക്കുകളില്ലെന്നും മമത കുറിച്ചു. അതേസമയം ഷാഫിയുടെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് സിനിമാ പ്രവർത്തകരടക്കം രംഗത്ത് വന്നു. അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി പൊതുദർശനത്തിന് വെച്ച സ്ഥലത്തും ആളുകളുടെ വലിയ തിരക്ക് തന്നെയായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഖബറടക്കം കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചത്. കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം വെന്റിലേറ്ററിൽ തന്നെ തുടരുകയായിരുന്നു.